അറവുശാലകളായ ആശുപത്രികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് കേൾക്കുക. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ലാഭകരമായി പോകുന്ന കച്ചവടം ഏതെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചു പറയാം, ആശുപത്രി കച്ചവടം എന്ന്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണഭയമാണ്. അത് പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ജീവൻ വെച്ച് വില പറയുന്നതാണ് ഏറ്റവും വലിയ ലാഭകരമായ കച്ചവടം. പക്ഷേ അത് കൈയടക്കത്തോടെ വേണമെന്ന് മാത്രം. അതുകൊണ്ടാണ് ആരോഗ്യ അറവുശാലകൾക്ക് ആതുര സേവന കേന്ദ്രം എന്ന ഓമനപ്പേര് നൽകിയിരിക്കുന്നത്. ക്രൈസ്തവ മാനേജ്മെന്റുകളാണ് രാജ്യത്ത് ആതുര സേവന മേഖലയിൽ ആരോഗ്യ കച്ചവടശാലകൾ ഏറ്റവും ലാഭകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അനന്തമായ ലാഭസാധ്യതകൾ കണ്ട് കള്ളപ്പണം വെളുപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല ഇടം എന്ന് കണ്ട് മറ്റ് മതക്കച്ചവടക്കാരും മനുഷ്യദൈവങ്ങളും ഇന്ന് ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, തകർത്തു വാരുന്നുമുണ്ട്. ഇതൊരു കൂട്ടുകൃഷിയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. രോഗികൾക്ക് ഒരു തരത്തിലും ഇവിടെ നീതി ലഭിക്കില്ല. നിയമങ്ങളും നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളും എല്ലാം ഇവർക്ക് അനുകൂലമാണ്. ചോദ്യം ചെയ്യുന്നവന്റെ കാര്യം കട്ടപ്പുകയാണ് എന്ന് മനസ്സിലാക്കുക. യാതൊരു ട്രാൻസ്പെറൻസിയും ഇവിടെ ചികിത്സാ മേഖലയിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നത് എന്നും മനസ്സിലാക്കുക. ഹൃദ്രോഗമുണ്ടായപ്പോൾ തനിക്കുണ്ടായ ദുരനുഭവം മുംബൈ സ്വദേശിയായ പ്രസാദ് വിവരിക്കുന്നത് കേൾക്കുക. എന്റെ പേര് പ്രസാദ്. എവിടുന്നാ വിളിക്കുന്നത്? ഞാനിപ്പം വിളിക്കുന്നത് ബോംബെ നിന്നാണ്. ഞാൻ കോട്ടയംകാരനാണ് ആക്ച്വലി. ബോംബെയിലായിരുന്നു ആദ്യമേ. ഒരു 12 കൊല്ലം മുമ്പ് എനിക്ക് ഈ ഹാർട്ടിന് ശലം ഇഷ്യൂ വന്നപ്പം അതും ഷുഗറൊന്നുമല്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ കിതപ്പ് വന്നപ്പോൾ ഞാൻ ഇവിടെ ബോംബെയിലെ ഒരു ഹീരാനന്ദാനി ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ട്, വലിയ ഹോസ്പിറ്റലാണ്. അവിടെ ചെന്ന് പറഞ്ഞ പോലെ കിതപ്പ് ഞാൻ അത് തന്നെ എന്റെ ഒരു അർത്ഥമാണ്. ഞാൻ സാറെ ഡോക്ടറെ അടുത്ത് പോയാൽ മതി. ഞാൻ അത് ബുദ്ധി അത് വേറെ വലിയ പ്രശ്നമാണ്. അപ്പൊ ഞാൻ വയസ്സിനടുത്ത് പറഞ്ഞു. അപ്പൊ ഒന്നുമില്ല, ഞാനിങ്ങനെ നടന്നു അന്ന് ചില കൂടുതൽ നടക്കേണ്ടി വന്നു, കാറ് പാർക്ക് ചെയ്യാൻ ദൂരെയായിരുന്നു. അപ്പൊ ഒരു കിതപ്പ് പോലെ വന്നു. അപ്പൊ ഞാൻ പറയും വൈഫിനടുത്ത് പറഞ്ഞിട്ട് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് എടുക്ക് തിരുവനന്തപുരയിൽ ഒരു നെറ്റ് നോക്ക്. അങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുത്ത് അന്ന് വൈകിട്ട് തന്നെ അവിടെ ചെന്ന് ഒരു തെലുങ്ക് ഡോക്ടറായിരുന്നു. എവിടെ വർക്ക് ചെയ്യുന്ന ജെറ്റ് എയർവേസ്. അന്നേരം പുള്ളിയുടെ ഫേസ് ഒക്കെ മാറി. ഞാൻ അന്നേരം ജെറ്റ് എയർവേസിലായിരുന്നു. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി ഇത് നല്ല കോളാണ്. ഓക്കെ, പുള്ളിയുടെ അപ്പം ബ്രൈറ്റ് ആയി ഫേസ്. അവനോട് പറഞ്ഞൊരാഴ്ച ഇവിടെ വരണം, നമുക്കൊരു ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യണം, പിന്നെ എക്കോ കാർഡിയോഗ്രാം ചെയ്യണം ഒക്കെ പറഞ്ഞ് ഞാൻ ചെന്നു. അടുത്ത ദിവസം ചെന്നപ്പം ശരം പ്രശ്നമുണ്ടല്ലോ ത്രെഡ്മിൽ ടെസ്റ്റില് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തോണ്ടിരുന്നപ്പം സ്പീഡ് കൂട്ടാൻ പറ്റാതെ അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇതുണ്ട്, അതാണ് നമുക്ക് നോക്കണം. അപ്പൊ ഒരു ഇത് ചെയ്യണം, എൻജിയോഗ്രാം. അതിന് അവിടെ അഡ്മിറ്റ് ഒന്നും ചെയ്യണ്ട, വന്നാൽ മതി രാവിലെ. ആൻജിയോഗ്രാം ചെയ്ത് കിടത്തിയിട്ട് പറഞ്ഞിട്ട് ബ്ലോക്ക് ഉണ്ട് കേട്ടോ, 2 ബ്ലോക്ക് ഉണ്ട്, ഒന്നും കുഴപ്പമില്ല, ഒന്ന് കൂടുതലാണ്, 90% ഒക്കെയാണ്. ഈ പെർസെന്റേജ് സാറിന് അറിയാമല്ലേ, ചുമ്മാ ചുമ്മാ ഒരു പറച്ചിലാ. നമ്മളത് നോക്കിയിട്ട് ഇങ്ങനെ അല്ലാതെ കാൽക്കുലേഷനോ അല്ലെങ്കിൽ ഫിഗർ ഒന്നും ആരും തരത്തില്ല. അവർക്ക് ഡോക്ടർക്ക് തോന്നുന്നതാണ് പെർസെന്റേജ്. മനസ്സിലായില്ലേ? സ്ക്രീനിൽ കൂടെ നമ്മളെ കാണിച്ചു തന്നോ? അല്ല, അതാ ഞാൻ പറഞ്ഞ സാറേ. അതായത് സ്ക്രീനിൽ നമുക്ക് കാണുമ്പോൾ ശരി നമുക്ക് കാണാം, നോർമൽ പാത്തല്ല, ശകലം ഒരു ബ്ലോക്ക് ഉണ്ട്. മനസ്സിലായി? അപ്പൊ ഈ പെർസെന്റേജ് ഇവർ കണക്കാക്കുന്നുണ്ടല്ലോ, ചിലപ്പോൾ അത് വെറും 70% ആയിരിക്കും, അവര് 98 ആക്കും. മനസ്സിലായില്ലേ? അവർ പറയുന്ന കണക്ക് നമുക്ക് പറയാൻ പറ്റൂല്ല സാറേ, ഇത് 98 ഒന്നുമില്ല, ഞാൻ നോക്കിയിട്ട് 70 ഒക്കെ ഉള്ളു, നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ അതൊരു ബേസിക് കാര്യമാണ് ഇവന്മാരുടെ. മനസ്സിലായല്ലോ? എവിടെ ചെന്നാൽ ഈ പെർസെന്റേജിലുള്ള കളിയാണ്. എനിവേ എന്നോട് പറഞ്ഞു സ്റ്റെന്റ് ഇടണം. ഏത് സ്റ്റെന്റ് ഇടണമെന്നായി ക്വസ്റ്റ്യൻ. നമ്മള് വൈഫിനടുത്ത് ഏത് സ്റ്റെന്റ് നമുക്കറിയോ? അന്ന് ഇതൊരു 12 കൊല്ലം മുമ്പ് സംഭവമാണ്. പല കാറ്റഗറി ബയോഡിഗ്രേഡബിൾ ഉണ്ട്, പല കാറ്റഗറി ഉണ്ട്. അതാണ് നമ്മൾ ചോദിച്ചത്, നമുക്കറിയത്തില്ലല്ലോ. അപ്പം ഒരു സ്ത്രീ വന്നിട്ട് വൈഫിനടുത്ത് പറയാം, അതെ ഈ എന്നാ മെഡിസിൻ ഇലോവിങ്ങോ ഇതുണ്ട്, അതായത് മരുന്ന് ഇങ്ങനെ വിടുന്ന ഒരു ടൈപ്പ് ഉണ്ട്. മനസ്സിലായില്ല? ഒന്ന് നോർമൽ ടൈപ്പ്, ഒന്ന് മരുന്ന് വിടുന്നത്. അപ്പം വൈഫിന് തോന്നിയത് അന്നാ അത് തന്നെ ഇട്ടോട്ടെ. അപ്പൊ നമുക്ക് കാശ് കിട്ടുമല്ലോ അവിടെ നിന്ന് ജെറ്റ് എയർവേസിൽ. ഇയാൾക്കും അറിയാം. അപ്പൊ അങ്ങനെ ഉടനെ ഇടുക. എന്നാൽ നമ്മളെന്നൊരു സെക്കൻഡ് ഒപ്പീനിയൻ വല്ലതും പോകേണ്ടതായിരുന്നു. അന്നത്തെ വിവരമില്ലായ്മയുടെ ഇതാണ്. ഇനി ചിലപ്പോൾ അറിയാൻ മേല, ഇപ്പം നമ്മുടെ ഇത് മനസ്സിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ കാണുമായിരിക്കും ഒരു പ്രശ്നം. ഇപ്പം 98 ആയിരിക്കത്തില്ല, 90 കാണുമായിരിക്കും. എനിവേ ചിലപ്പോൾ ഒന്നുമില്ലായിരിക്കും, 70 ഉള്ളായിരിക്കും. എനിവേ ഞാൻ ഒരു സ്റ്റെന്റ് ഇട്ടു ലോങ്. അപ്പോൾ ഒരു 2 എണ്ണം ഉണ്ട്, അത് കവർ ചെയ്യാനായിട്ട് ലോങ് സ്റ്റെന്റ് ഇടണം. ശരി, ഇട്ട് കഴിഞ്ഞ് ഇനി പോന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു അസ്വസ്ഥത.
അപ്പൊ ഞാൻ ഈ ഡോക്ടറെ അടുത്ത് ചെന്നു. അടുത്ത് നിന്ന് സാറേ എന്നാലും എനിക്ക് സം അൺകംഫർട്ടബിൾ ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞത് പുള്ളി പറഞ്ഞു യു കെയിം വിത്ത് സം പ്രോബ്ലം അല്ലേ? യെസ് യെസ്. ദാറ്റ് സോൾവ് പ്രോബ്ലം ഈസ് സോൾവ്ഡ് ഓർ നോട്ട്? ദാറ്റ് ആക്ച്വലി ഐ തിങ്ക് ഇറ്റ്സ് സോൾവ്. ഓക്കെ ദാറ്റ്സ് ഓൾ. ദർ ഇസ് നോ പ്രോബ്ലം, യു ക്യാൻ ഗോ. ഇതായിരുന്നു പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ പിന്നെ ഞാൻ പിന്നെ ഈ വേറൊരു ഹോട്ടലുണ്ട്, ഈ കോകില ബഹൻ എന്ന് പറയാം, നമ്മുടെ അംബാനിയുടെ ഒരു ഹോസ്പിറ്റലാണ് കോകില ബഹൻ ഹോസ്പിറ്റൽ. അംബാനിയുടെ വൈഫിന്റെ പേരിലുള്ള ഒരു ഹോസ്പിറ്റൽ. അവിടെ പോയി ഒരു മലയാളി ഡോക്ടറെ കിട്ടി. അയാൾ പോയി സാർ ഇങ്ങനെയൊക്കെയാ പരിപാടി, സാറെ നോക്കൂ വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ? ഓ ഇല്ല, പുള്ളി അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞാനായിരുന്നു ഡോക്ടർ, ഞാൻ ഇന്ന ആള്, അയാൾ കുഴപ്പമില്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞു. ശരി, അത് കഴിഞ്ഞു. ആ എപ്പിസോഡ് കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തി. ഇപ്പൊ അപ്പൊ എന്റെ എല്ലാ വർഷവും ഞാൻ കോട്ടയത്ത് കാരിത്താസ് ഹോസ്പിറ്റലിൽ ഞാൻ ചെക്കപ്പിന് പോകുമ്പോൾ എന്താ അവർ ചെക്ക് ചെയ്യുന്ന മെഡിസിൻ കൊടുക്കണോ, കൂട്ടണോ, കുറയ്ക്കണോ, കൊളസ്ട്രോൾ കൂടി കുറഞ്ഞു നമുക്ക് പറഞ്ഞ് 2 കൊല്ലം ആകുമ്പോൾ ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യും. ഇങ്ങനെ പോയി ഒരു കുഴപ്പമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഒരു 10-12 കൊല്ലം ആയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇത്രയും ചുമ്മാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലോ, കുറേ നാളായില്ലേ, നമുക്ക് എന്നാൽ ഒരു നല്ല ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഓഡിറ്റ് ചെയ്യാമല്ലോ. മെഡിസിൻ എടുക്കുന്ന പുതിയ മെഡിസിൻ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ വല്ലതും അഡീഷണൽ ആയിട്ട് വല്ലതും ചെയ്യാനുണ്ടോ? ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു ഇതുമില്ല. ഞാൻ ഇവിടെ പിന്നെ ലിറ്റി ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് മേടിച്ചു ഒരു ഡോക്ടറുടെ. അപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല ഡോക്ടർ. അപ്പോൾ ഞാൻ രണ്ടിടത്തൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഇന്ന ആളാണ് നല്ല ഡോക്ടറാന്നൊക്കെ പറഞ്ഞു. ആളുടെ പേര് കടവിൽ എന്നാണ്. പേര് ആക്ച്വലി ഒരു ക്രിസ്ത്യൻ നെയിമാണ്, എൻഡിങ് വിത്ത് കടവിൽ, റോണി കടവിൽ. എനിവേ, അപ്പം പുള്ളി പറഞ്ഞു ശരി, നമുക്ക് ഉത്തര 12 കൊല്ലമായില്ലേ, ശരി നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യാം. ശരി, ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യാം. ഒരു എക്കോ കാർഡിയോഗ്രാമും ചെയ്യാം. എക്കോ കാർഡിയോഗ്രാം ചെയ്തു, കുഴപ്പമില്ല. ആളുടെ ചോദിച്ചു, ഇതും ചെയ്തു, ത്രെഡ്മിൽ ടെസ്റ്റും ചെയ്തു. അങ്ങ് പീക്ക് വരെ പോയി ഞാൻ നിൽക്കുക. അപ്പൊ അവർ കണ്ടിന്യൂ ചെയ്യുക. അവർക്കൊരു 5 മിനിറ്റ് ഒക്കെ വേണോ? ഞാൻ പറഞ്ഞു ഇത് മതി. കാര്യം നമുക്കൊരു പ്രായത്തിന്റെയും കൂടെ, എനിക്ക് 70 വയസ്സുണ്ട്. ഞാൻ പറഞ്ഞു അത് മതി. അപ്പം ഞാൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ലെന്നും പറഞ്ഞ്. അപ്പോൾ അത് നെഗറ്റീവാണ് റിപ്പോർട്ട്. ആ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ അടുത്ത് വരുന്നു, 2 നെഗറ്റീവാണ്. അപ്പൊ ഇയാള് നോക്കിയിട്ട് പറയുക, ഇത് 12 ഒന്നും പറയുന്നില്ല റിപ്പോർട്ടിനെ കുറിച്ച്. 12 കൊല്ലം ആയാലും നമുക്കൊരു എൻജിയോഗ്രാം ചെയ്യാം. കാര്യം എന്തെങ്കിലും ചെറുപ്പം പുതുതായി ഡെവലപ്മെന്റ് വല്ലതും കാണും. എൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞ് എൻജിയോഗ്രാമിന് പോയി. അപ്പൊ അതിന് ഒരു ദിവസം മുമ്പ് അവിടെ അഡ്മിറ്റ് ആകണം. അഡ്മിറ്റായി പിന്നെ ചെയ്തു കഴിഞ്ഞ് ഇയാള് അപ്പം ഞാൻ മുറിയിലാണല്ലോ, അഡ്മിറ്റഡ് ആണ്. വൈഫിനെയാ വിളിക്കുന്നത്. എന്നെ മുറിയിലോട്ട് വരികയല്ല, വൈഫിനെ. അപ്പൊ ഞാൻ വൈഫിനടുത്ത് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കൂടുതൽ കുഴപ്പമുണ്ടാക്കുകയാണെങ്കിൽ സമ്മതിക്കണ്ട, കൂടി വന്ന് നമുക്ക് ഒരു സ്റ്റെൻഡിംഗ് ഫുഡ് ഇടണമെന്ന് പറഞ്ഞാൽ ഇടാം, അല്ലാതെ ബൈപ്പാസിനൊന്നും പോകണ്ടെന്ന് നേരത്തെ തന്നെ വൈഫിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ വൈഫ് പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറയാ, നമുക്കേ ഒരു ബൈപ്പാസ് ചെയ്യണം കേട്ടോ, പിന്നെ ബ്ലോക്ക് ഉണ്ട്, അവിടെ ഉണ്ട്, ഇത് ഒരു 70% ഉണ്ട്, വേറെ അന്നത്തെ കുഴപ്പമില്ല, വേറെണ്ണം കൂടെ ഡെവലപ്പ് ചെയ്ത് അത് കാണിക്കുക വൈഫിന്. കാരണം വൈഫ് പറയാം, അത് വേണ്ട സാറ്, നമുക്കൊരു ഇതും കൂടി ഇട്ടാൽ പോരെ, സ്റ്റെൻഡ് ഒരെണ്ണം കൂടെ. ഇല്ല, അത് ശരിയാകത്തില്ല. ഞാൻ എൻ്റെ പിന്നെ സർജനോട് കൺസൾട്ട് ചെയ്ത് പുള്ളിയും പറയുന്നത് ബൈപ്പാസ് ചെയ്യണം. അപ്പൊ ഞാൻ വൈഫ് പറഞ്ഞു, ബൈപ്പാസ് സാറേ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ അപ്പൊ ഞാനത് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുക, സെക്കൻഡ് ഒപ്പീനിയൻ വേണം. ആസിഡ് ഞാൻ ബോംബെ പോവുകയാണ്, അപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത്. അതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പം എന്നാൽ ഇവർക്ക് CD ഒക്കെ ഞാൻ കൊടുത്തു വിട്ടേര്. DVD ഉണ്ടല്ലോ, അവർ DVDയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് മസ്റ്റായിട്ടും നമ്മള് ആ CD മേടിക്കണം. അതൊക്കെ മേടിച്ചു. എന്നിട്ട് അതുപോലെ സ്റ്റെന്റ് ഇട്ടെന്ന് പറഞ്ഞാലും ആ സ്റ്റെന്റിന്റെ അതിന്റെ കവർ അടക്കം നമ്മൾ മേടിക്കണം. ഇതിനാ സാറേ ഞാൻ പറയുന്നത്, പിന്നെ നമുക്ക് പബ്ലിക്കിന് ഇത് നമുക്ക് അവയർനെസ് കൊടുക്കണം, മനസ്സിലായില്ലേ? അതാണ് വേണ്ടത് നമുക്ക്. അല്ലാതെ എന്റെ കാര്യം പോട്ടെ, ഇത് പറ്റിയതാണ് എല്ലാം, ഇന്ത്യ മുഴുവൻ ഇതാണ് ചെയ്യുന്നത്, മനസ്സിലായി? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇത് ആടിമുടി, ബോംബെയിലെ കാര്യം ഞാനിപ്പം പറഞ്ഞില്ലേ, ആടിമുടി ഇതാണ്. അല്ലെങ്കിൽ ലക്ഷ്യമുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണം. പക്ഷെ നമുക്കൊരു വിശ്വാസമില്ല ഗവൺമെന്റ് ഹോസ്പിറ്റൽ എങ്ങനെയാ എന്നുള്ളതാണ്. പക്ഷെ കോട്ടയത്തൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഹാർട്ടിന്റെ നല്ല ഡോക്ടർമാരുണ്ട് താനും. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ അതുകൊണ്ട് പോലും ഇല്ല. ഇനി ഇവിടെ ചെന്നിട്ട് ഇമാര് പിടിച്ച് കിടത്തുമെന്നുള്ള കാര്യം ഞാനിത് പിന്നെ പോലും ഇല്ല. സെക്കൻഡ് ഒപ്പീനിയൻ പോലും ഇല്ല. ഞാൻ കൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് കളി. അപ്പൊ ഞങ്ങൾ അവിടെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് പ്രധാനപ്പെട്ട കാര്യം, അതായത് ഒരു MI, ഒരു മയോകാർഡിയാക് ഇൻഫ്രാക്ഷൻ ഉണ്ടായി, നമ്മൾ കൊളാപ്സ്ഡായി വീണ് കൊണ്ടിരുന്ന ഘട്ടത്തിലല്ലാതെ അന്നേരം അടിയന്തരമായിട്ട് ത്രോംബോലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ എമർജൻസി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയോ ചെയ്യേണ്ടി വരും ജീവൻ രക്ഷിക്കാൻ.
അന്നേരം അതിന് നമ്മളവിടെ മസിൽ പിടിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ റിലക്റ്റന്റ് ആയിട്ട് നിൽക്കുകയോ നമ്മൾ ചെയ്യരുത്, ജീവൻ അപകടത്തിലാവും. പക്ഷെ പക്ഷേ നമ്മൾ ചെറിയ അൺഈസിനെസ്, അതായത് നേരത്തെ തന്നെ നമ്മുടെ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ചില സിംറ്റംസ് ഉണ്ട്. അതായത് ഈ പറയുന്ന പോലെ കിതപ്പ്, സ്റ്റെപ്പ് കയറുമ്പോഴുള്ള കിതപ്പ്, ഈ ഷോൾഡർ കഴച്ചു പൊട്ടുന്ന പോലുള്ള വേദന, അതുപോലെ ഈ പല്ല് വേദന പോലെ ആ ഭാഗത്ത് വരുന്ന ഇങ്ങനെയൊക്കെയുള്ള ചില സിംറ്റംസ് ഉണ്ട്. അന്നേരം ഇതൊക്കെ നേരത്തെ നമ്മൾ കാണുമ്പം ഈ പറഞ്ഞ പോലെ ഒന്ന് നമ്മളൊരു ചെക്കപ്പ് നടത്തുക. പിന്നെ എപ്പോഴും ആൻജിയോപ്ലാസ്റ്റിക്കോ ബൈപ്പാസിനോ പോകുന്നതിന് മുമ്പായിട്ട് നല്ലൊരു ഡോക്ടറെ കൊണ്ട് സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത ശേഷമേ പ്രൊസീജിയർ ചെയ്യാവൂ. അന്നേരം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും അല്ലെങ്കിൽ ചൂഷണങ്ങളും ഒക്കെ ഒരു പരിധി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. തേർഡ് ഒപ്പീനിയനും ഞാൻ നോക്കിയിട്ട് അതൊക്കെ നമുക്ക് ആ ടി വിയിൽ നിങ്ങളുടെ ഒരു ഇതും കൂടെ ഒന്നുകൂടെ ഒന്ന് കണ്ടക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇത് കുറച്ചുകൂടി ഒന്ന് എക്സ്പോസ് ചെയ്യണം. അപ്പൊ ഇത് എന്റെ കാര്യം മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനെയായി ഞാനിപ്പോ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഞാൻ അവിടെ ഡോക്ടറെ കാണാനായിട്ട് ക്യൂവിൽ ഭയങ്കര ആളല്ലേ ഇരിക്കുമ്പം പലരും പറയുന്നുണ്ട് ഇത് ബൈപ്പാസ് ചെയ്തു അല്ലെങ്കിൽ സെൻഡ് ഇട്ടു എന്നിട്ട് മാറിയില്ല, ഇപ്പൊ അവര് അത് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട് അവിടെ. എനിവേ അതൊരു കാര്യം. വേറൊരു കാര്യം, എന്റെ അളിയൻ ഇപ്പൊ പുള്ളിക്ക് ഇതുപോലെ ഒരു ബൈപ്പാസ് നടന്നു ഒരു അപ്പോളോയിൽ, അന്ന് അപ്പോളോയിലൊക്കെ മദ്രാസിലൊക്കെ പോയി ചെയ്തതാ. അത് 10-20 കൊല്ലെങ്കിലും ആയി കാണുമായിരിക്കും. എന്നിട്ട് പുള്ളി കുഴപ്പമില്ല പോകുമായിരുന്നു. ഇപ്പൊ ഈയിടെ ആയപ്പം പുള്ളിക്ക് ചില പ്രശ്നമൊക്കെ ആയി ലിസി ഹോസ്പിറ്റലിൽ എത്തി. അവിടെ എത്തിയപ്പം പറയുകയാണ് ഈ സാറ് അതിനകത്ത് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, എന്നാ അതിന് പറയുന്നത്, അതായത് 2 ടൈപ്പ് ഉണ്ടല്ലോ. ഒന്ന് പണ്ടൊക്കെ വെക്കുന്ന പേസ് മേക്കർ, അത് തന്നെ പേസ് മേക്കർ അല്ല, ആ ഷോർട്ട് ഫോം ആയി ഞാൻ മറന്നുപോയി ഇപ്പം. അപ്പൊ അത് വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് എത്രയാവും? ഒരു 10-20 രൂപയാവും. പിന്നെ ചെലവും അവിടെ ഹോസ്പിറ്റലൈസേഷൻ അതൊക്കെ എത്രയാവും. പക്ഷെ അത് വെച്ചാലേ ശരിയാവുള്ളൂ, അത് വെക്കണം. വെച്ചാൽ പിന്നെ ഒരു പ്രശ്നമില്ലെന്നും പറഞ്ഞ് അവരെ പുള്ളി ഇല്ലാത്ത കാശുണ്ടാക്കി കൊണ്ടുപോയി. ഞാനും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്ത് അവിടെ അഡ്മിറ്റാക്കി ചെയ്തു. അപ്പൊ ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ അവിടെ ഒരു പ്രശ്നം. എന്നോട് എൻ്റെ സിസ്റ്റർ പറഞ്ഞ പോലെ ഈ അതിൽ 2 പ്രോബ്സ് ഉണ്ട്. അതാ എനിക്കൊന്ന് ചേംബറിൽ എവിടെയാണ് ഹാർട്ടിന്റെ അവിടെ അത് ഫിറ്റ് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ അപ്പോഴാണ് ഈ പൾസ് കൊടുക്കുന്ന ആ പർട്ടിക്കുലർ. അപ്പൊ 3 എണ്ണത്തിന് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഇപ്പൊ ഇവരടുത്ത് പറഞ്ഞു ഇതുപോലെ ഇത് 4 പ്രോബാണ്, അതിൽ 3 എണ്ണം നമുക്ക് ഇപ്പം തന്നെ ചെയ്യാം, 1 4-ാമത്തേത് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പം പുള്ളി പറഞ്ഞു ഇനി ഞാനിവിടെ അഡ്മിറ്റ് ആവണം, ഇനി ഇതെല്ലാം മുറിക്കണം, അത് വേണ്ട, എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പറഞ്ഞു ശരിയെന്നും പറഞ്ഞ് അങ്ങ് ചെയ്തതാ. അപ്പൊ 4-ാമത്തെ ഇത് ചെയ്തപ്പം അവർ കുറെ സ്ട്രഗിൾ ചെയ്തെന്ന് പറയുന്നുണ്ട്. സ്ട്രഗിൾ ചെയ്ത് അവസാനം അത് നിർത്തി വെച്ച് കുറെ റെസ്റ്റ് ഒക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞാണ് 4-ാമത്തെ ആ പിന്നെ പ്രോബ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പം തന്നെ എനിക്ക് സംശയം ഏതാ എങ്ങനെയൊക്കെ വന്ന കുഴപ്പമാണല്ലോ എന്നും പറഞ്ഞ് ശരി കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിൽ അപ്പം നടക്കും. വൈകുന്നേരം നടന്നപ്പോൾ ഒരു ദിവസം കൊളാപ്സായി. അപ്പം എൻ്റെ സിസ്റ്റർ എന്നെ അടുത്ത് നെഞ്ചിലൊക്കെ കൊടുത്ത് ഇടിക്കുകയൊക്കെ ചെയ്ത് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതിപ്പോ റിവൈവ് ചെയ്തു ഒരു പ്രാവശ്യം റിവൈവ് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ഡോക്ടറെ അടുത്ത് പോയി. പോയി ഡോക്ടർ അവിടെ ലോക്കലായിട്ട് പോയി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ അപ്പോയിന്റ്മെന്റ് ആയിട്ട് ഡേറ്റ് ആയിട്ടിരിക്കുക 1 മാസം ആയപ്പം. അപ്പം 2-ാമത്തെ പ്രാവശ്യം ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊളാപ്സായി. അന്നേരം ഇതൊക്കെ ചെയ്തിട്ട് നെഞ്ചൊക്കെ ഞെക്കിയൊക്കെ നോക്കിയിട്ട് രക്ഷയില്ല. ഉടനെ ഇവര് ചേർത്തലിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നാൽ മരിച്ചു കഴിഞ്ഞ് അപ്പം ഈ സാധനം അപ്പൊ അവര് പറഞ്ഞു ഇനിയിപ്പം മേലും മരിച്ചില്ലേ, ഈ സാധനം നമുക്ക് എടുക്കാം, ഇവിടെ ബാറ്ററി ഒക്കെ ഉണ്ട് അതിലെടുക്കാം. ശരി, അത് പറഞ്ഞതായാലും അവര് എടുക്കാം. ഇത് വേറെ ഹോസ്പിറ്റലാണ്, ചേർത്തല ഹോസ്പിറ്റലാണ്. എടുത്ത് അവർക്ക് ഇവരുടെ കൈ തന്നെ കൊടുത്തു. ഇതാണ് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. അങ്ങനെ പുള്ളി ജയിപ്പിച്ച് അത് മരം തീർന്നു. അപ്പം ഈ ഇത് കണ്ടപ്പം എൻ്റെ സിസ്റ്റർ ഈ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടപ്പം അതിന്റെ കോപ്പി എടുത്ത് എനിക്ക് അയച്ചു. അങ്ങനെ എനിക്ക് ഇത് കിട്ടുന്നത്. കാര്യം ഞാൻ ബോംബെയിലാണ്. നിങ്ങളുടെ ചാനൽ ഞാനത് കാണാറില്ല. ഞാൻ ഒത്തിരി പ്രൈവറ്റ് യൂട്യൂബ് കാണുന്ന, ഇപ്പം യൂട്യൂബ് പ്രൈവറ്റ് ചാനൽ ഒത്തിരി കാണുന്ന പാർട്ടിയാണ് ഞാൻ. മറ്റേ ചാനലൊന്നും എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പ്രൈവറ്റ് യൂട്യൂബ് ചാനലാണ് മാക്സിമം കാണുന്നത്. അപ്പം ഈ എൻ്റെ സിസ്റ്റർ അയച്ചു തന്നു. അപ്പൊ അത് കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു ചേട്ടാ അത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇവരെ എക്സ്പോസ് ചെയ്യണം എന്നും പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ കിട്ടിയില്ല, സാർ എടുത്തില്ലെന്ന്. പിന്നെ ഞാൻ അടുത്ത് മാതൃഭൂമി വിളിച്ചു നോക്കി, മാതൃഭൂമി TV അവിടെ എറണാകുളത്തുള്ള ആളോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അയാളുടെ പറച്ചിൽ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, വലിയ കൊടുക്കൂല. കാരണം അവരുടെയൊക്കെ വലിയ വോളിയം അഡ്വർടൈസേഴ്സ് അത്, അവർക്കൊന്നും എതിരെ ഒന്നും ഒരു സാധനം അവർ ചെയ്യൂല. ന്യൂസ് ചെയ്താൽ തന്നെ അവര് എഡിറ്റോറിയൽ ന്യൂസ് കില്ല് ചെയ്യും. അതാണ്.
അപ്പൊ എനിക്ക് അപ്പം എനിക്ക് മനസ്സിലായി ഇത് ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നെ ഞാൻ അവിടെ ഇവിടേക്ക് വിളിച്ചിട്ട് കോൺടാക്ട് നമ്പർ പോലും ഇല്ല ഒരു ടി വിക്കാർ. ഏഷ്യാനെറ്റ് വിളിച്ചു, എന്നാൽ ഇവർക്ക് ഒരു കോൺടാക്ട് നമ്പർ അവർക്ക് നെറ്റിൽ ഇട്ട് കൊടുക്കരുത്, എന്തെങ്കിലും ഇങ്ങനെ ന്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കും. അതുപോലും നമ്മുടെ ചാനലുകൾക്കൊന്നും ഇല്ല. നമുക്ക് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു നെഗറ്റീവായിട്ട് വന്ന TMT, അപ്പൊ 2 നെഗറ്റീവായിട്ട്, അപ്പൊ അങ്ങനെ ഒരു എക്കോ കാർഡിയോഗ്രാം പോട്ടെ, അത് പോട്ടെ, ഈ TMT ഇത് ഇമ്പോർട്ടന്റ്. നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടിൽ എന്തിനാണ് എനിക്ക് എൻജിയോഗ്രാം റെക്കമെൻഡ് ചെയ്തെന്നുള്ളതാണ് പ്രൈം ക്വസ്റ്റ്യൻ. അല്ലേ? അതാണ്. അപ്പം എന്തിനാ, അതിന്റെ അർത്ഥം സംതിങ് ഈസ് ഹാപ്പനിങ് ഹിയർ. ഇതാണ് ചെയ്യുന്നത്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, അതായത് ഇത്തരം ഇഷ്യൂ ആയിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് ആ പേഷ്യന്റിന്റെ മനസ്സിലും പേഷ്യന്റിന്റെ കൂടെ പോകുന്ന അവരുടെ ഭാര്യയുടെയോ മക്കളുടെയോ മനസ്സിൽ വളരെയേറെ പേടിയുണ്ടാവും. അന്നേരം പേഷ്യന്റിനെ ഇതുപോലെ മാറ്റി ടെസ്റ്റിന് കയറ്റിയിട്ട് ഭാര്യയോ മക്കളെയോ വിളിക്കുക, എന്നിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഡോക്ടർ അവരുടെ മുഖത്ത് നോക്കി പറയുവാണ്, നിങ്ങളുടെ ഭർത്താവിന്റെ അപകടകരമായ നിലയിലാണ്, 90% ബ്ലോക്ക് ഉണ്ട്, ഏത് സമയവും ഒരു അറ്റാക്ക് വരാം, അത് രാത്രി വല്ലതും കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി ബുദ്ധിമുട്ടാകും, ആരും അറിയത്തില്ല, രാവിലെ മരിച്ചു കിടക്കും. ഇത് പറയുമ്പോൾ തന്നെ പകുതി ജീവൻ പോവും ആളുടെ. അന്നത്തേക്കും പറയും, ഇപ്പോഴാണെങ്കിൽ ഇത് ആൻജിയോഗ്രാമിന്റെ കൂടെ തന്നെ നമുക്ക് ഈ പ്രൊസീജിയറോടെ ചെയ്യാം, ഒറ്റ കാര്യം ഇതിൽ പ്രൊസീജിയർ തിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും കാശില്ലേ പോലും സ്നേഹമുള്ള ഒരു ഭാര്യയും മക്കളും ആണെന്നുണ്ടെങ്കിൽ കടം മേടിച്ചിട്ട് അവർ പറയും സാറേ ഇപ്പൊ പൈസ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും കുഴപ്പമില്ല, ഇവിടെ ഡിസ്ചാർജ് ആകുമ്പോഴത്തേക്കും 2-3 ദിവസം കിട്ടും, അതിനുള്ളിൽ അടച്ചാമെന്ന് പറയും. ഉള്ളത് എത്രയുണ്ട് അത് ആദ്യമേ അടയ്ക്കാൻ പറയും. എന്നിട്ട് പ്രൊസീജിയർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആളെ കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഡെത്തായി പോയാൽ പോലും ബോഡി പോലും അവന്മാർ വിട്ടുകൊടുക്കത്തില്ല, പൈസ അടയ്ക്കാതെ ഹോസ്പിറ്റലിന് വെളിയിൽ ബോഡി ഇറങ്ങത്തില്ല. എന്റെ അളിയനെ കൊണ്ടുപോയത് അവിടുത്തെ വേറെ ഹോസ്പിറ്റലായതുകൊണ്ട് അവര് അയച്ചു കൊടുത്തു, അവര് റിമൂവ് ചെയ്ത് കൊടുത്തു. അതും പറഞ്ഞിട്ടാ നമ്മൾ റിമൂവ് ചെയ്ത് തരാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.